ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തകർന്നടിഞ്ഞ് ദേവി വീട്ടിൽ പോയി കയറുകയാണ്. അവിടെ ചെന്നതിന് ശേഷവും ആരോടും മിണ്ടാട്ടം പോലും ഇല്ലാതെ ഒരിടത്ത് മാറി ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ദേവിയെ കാണുന്ന ഉദയഭാനുവിനും ശ്രീകലയ്ക്കും എങ്ങനെയും അവളെ ദേവമംഗലത്ത് മടക്കി എത്തിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, അതിന് ദേവമംഗലത്തുള്ളവരോട് മുഴുവനും പൊരുതിയിട്ടാണെങ്കിലും വേണ്ടില്ല, തൻ്റെ മകള് ആനന്ദിന്റെ ഭാര്യയായി അവിടെ തന്നെ ജീവിക്കണം. ഇത് അവളുടെ ജീവിതത്തിന്റെ മാത്രം പ്രശ്നമല്ല, തങ്ങളുടെ ഇളയ മകളുടെ കല്യാണവും ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്തെ ഈ പ്രശ്നങ്ങളൊക്കെ അച്യുതന് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പ്രശ്നം ഊതി വീർപ്പിച്ച് ബാലനെയും ഗോമതിയും സമൂഹത്തിന് മുന്നിൽ എത്രമാത്രം അപമാനിക്കപ്പെടുത്താവോ അത്രയും നാണം കെടുത്തണം. അത് മാത്രമേ അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പൊ തന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ കാര്യങ്ങളൊന്നും അനന്തനോട് തൽക്കാലം പറയുന്നില്ല. കാരണം ദേവമംഗലത്തുള്ളവരുടെ ചെറിയൊരു ചായ്വ് അനന്തനുണ്ട് എന്ന് അച്യുതന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ രാജശ്രീയോട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ രാജശ്രീ ആണെങ്കിൽ വളരെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ മകനെ വേദനിപ്പിച്ച ആ ദേവമംഗലത്തുള്ളവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയില്ലേ. ആ ബാലൻ കണ്ടെത്തി കൊണ്ടുവന്ന ആലോചനയായിരുന്നില്ലേ ആ ദേവിയുടേത്. എന്തായാലും നല്ല ഫ്രോഡ് ഫാമിലിയാ അവര് പിടിച്ച് വീട്ടിലെ ബന്ധുവാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിലും വലിയൊരു നാണക്കേട് ഇനി എന്താ ഉണ്ടാകാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ ആണെങ്കിൽ സന്തോഷത്തോടു കൂടി അച്യുതനോട് സംസാരിക്കുകയാണ്. നമ്മുടെ മകനെ ജയിലിൽ കയറ്റിയവരാ, ഇപ്പൊ കണ്ടില്ലേ കൊമ്പത്തെ ആലോചനയെന്നും പറഞ്ഞ് നടത്തിയിട്ട് എന്തായി. 10 പൈസയുടെ ഗുണമില്ലാത്തവരുമായിട്ടുള്ള ബന്ധം. എന്തേലും ആട്ടെ, പക്ഷെ ആ ദേവിയുടെ അച്ഛനും അമ്മയും എന്ത് സംസ്കാരമില്ലാത്തവരാ. അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്പം പോലും മാന്യതയില്ലാത്ത വർഗമാണെന്ന്. എന്തായാലും ഇത്രയും വലിയ കള്ളത്തരം ആ ബാലനോട് ചെയ്തല്ലോ, എനിക്കതിൽ സന്തോഷമാണ്. ബാലനെ പറ്റിക്കാനായിട്ടും നാട്ടിലുള്ളവർക്ക് പറ്റുമെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണും. നമ്മുടെ മകൻ വേദനിച്ചതിനൊക്കെ എല്ലാവരും ഇപ്പൊ വേദനിക്കുന്നുണ്ടല്ലോ, അവരുടെ മകന്റെ ജീവിതം ഇനി എന്താകും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കാം. അപ്പൊ അച്യുതനാണ് കാര്യമായിട്ട് ആലോചിക്കുന്ന കാണുന്ന രാജശ്രീ ചോദിക്കും, അല്ല അച്യുവേട്ടൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ട് പോലും അച്യുവേട്ടൻ എന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അവിടുത്തെ ആനന്ദിന്റെ ജീവിതം ഇതോടുകൂടി നശിച്ചു പോയിട്ടില്ലേ. ഇതറിഞ്ഞ് ബാലനും ഗോമതിയും എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. നമ്മുടെ മകനെ ചൊല്ലി നമ്മൾ വേദനിച്ചതിലും ഇപ്പൊ അവര് വേദനിക്കുന്നുണ്ടാവും. ഒരിക്കലും അവന്റെ ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. അത്ര വലിയൊരു ചെളിക്കുണ്ടിയിലേക്കല്ലേ അവനെ കൊണ്ട് ആ ബാലനായിട്ട് ഇട്ടുകൊടുത്തത്. സ്വന്തം മകന്റെ ജീവിതം നശിപ്പിച്ച അച്ഛനായിട്ട് അയാൾ നീറി ഇനി കഴിയില്ലേ. അത് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമാ എന്ന് അച്യുതനും പറയണ. ഞാൻ ആലോചിക്കുന്നതേ, ആ ദേവിയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ ഉദയഭാനും ശ്രീകലയും, അവർ നല്ല ഒന്നാന്തരം ഫ്രോഡുകളാ. അവരുമായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ദേവമംഗലത്തുള്ളവർക്കെതിരായിട്ട്. അച്യുതൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പൊ രാജശ്രീ ചോദിക്കുന്നുണ്ട്. നീ കണ്ടോ രാജശ്രീ, ഈ അച്യുതൻ ആരാണെന്ന് ദേവമംഗലത്തെ ബാലനും ഗോമതിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ കാൽക്കീഴിൽ വീഴും അവര് എന്നൊക്കെ പറയണേ. അപ്പം അച്യുതൻ എന്ത് ചെയ്താലും കൂടെ ഞാനുണ്ട് എന്ന് രാജശ്രീ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയം അച്യുതനാണെങ്കിൽ ശ്രീകലയെ ആയിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അല്ല എന്തായി കാര്യങ്ങൾ, ഇങ്ങനെ ദേവമംഗലത്തു നിന്നൊരു പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട് എന്തായെന്ന് അറിയാൻ അവിടുന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ എന്നൊക്കെ സഹതാപത്തോട് കൂടി ചോദിക്കുക. അത് കേൾക്കുന്ന ശ്രീകല പറയും, അവിടെയുള്ള ആർക്കെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? നിങ്ങളൊക്കെ ബന്ധുക്കളല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ എൻ്റെ മകളെ തിരിച്ചു കയറ്റണമെന്ന്? എൻ്റെ മകള് പാവം ആകെ തകർന്ന് തരിപ്പണമായ ഇവിടെ ഇരിക്കുന്നത്. ആനന്ദില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. ആ ബാലനെയും ഗോമതിയും ഒക്കെ ഞങ്ങളെക്കാളും സ്നേഹിച്ചതാ എൻ്റെ മകള്, എന്നിട്ട് അവരെൻ്റെ മോൾക്ക് തിരിച്ചു കൊടുത്തത് എന്താ എന്നൊക്കെ പറയണേ. അപ്പൊ അച്യുതൻ പറയും, അല്ലെങ്കിലും ബാലൻ ചെയ്തത് തീരെ ശരിയായില്ല. ബാലനായിട്ടൊരു കല്യാണം നടത്തിയിട്ട് ഇപ്പൊ കുറ്റം മുഴുവനും നിങ്ങളുടെ തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ന്യായവും ഇല്ലാത്ത കാര്യമാണ്. അതുമല്ല, സ്വന്തം ഭാര്യയെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് അച്യുതൻ ചോദിക്കുക. അതെ സാറേ, ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല. അവരെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാനും പോകുന്നില്ല. എത്ര വില കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ മകളെ തിരിച്ച് ദേവമംഗലത്ത് എത്തിക്കുക തന്നെ ചെയ്യും. ആനന്ദിന്റെ ഭാര്യയായിട്ട് അവൾ അവിടെ ജീവിക്കുകയും ചെയ്യും എന്ന് ശ്രീകല പറയണ. അങ്ങനെ തന്നെ വേണം, നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് അച്യുതൻ പറഞ്ഞു കൊടുക്കുക. അതെ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അത് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ മകളെ എത്രയും വേഗം ദേവമംഗലത്ത് എത്തിച്ചേരും എന്ന്
എന്ന് അച്യുതൻ ഉപദേശിച്ചു കൊടുക്കുക. അത് കേൾക്കുന്ന ശ്രീകല പറയും, അല്ല എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് ഫോണിൽ കൂടി പറയേണ്ട കാര്യമല്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറയാണേ. അങ്ങനെ ഉദയഭാനു ശ്രീകലയും കൂടി അച്യുതനെ കാണാനായിട്ട് പോവാ. പുറത്ത് വെച്ചാണ് കേട്ടോ അവർ കാണുന്നത്. അപ്പോൾ ഉദയഭാനു ശ്രീകലയോട് പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയാവോ? ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലത്തുകാരും നല്ല പിണക്കത്തിലാണ്. അങ്ങനെയുള്ളപ്പം നമ്മൾ ഇവരെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ബാലനെയും ഗോമതിയൊക്കെ കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ലേ ഉള്ളൂ. ആനന്ദമോൻ പിന്നെ ഒരിക്കലും നമ്മുടെ മകളെ സ്വീകരിക്കാതെ വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉദയേട്ടാ, ഈ അച്യുതൻ അയാൾ പറയുന്നത് കേട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിന് ഗുണമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളെ എത്രയും വേഗം ദേവമംഗലത്ത് എത്തിക്കണ്ടേ? അല്ലെങ്കിൽ വിദ്യമോളുടെ ജീവിതം എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ശത്രുക്കളാണോ ബന്ധുക്കളാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അയാൾ പറയുന്നത് കേട്ടാൽ നമുക്ക് ഗുണമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. ഇനിയിപ്പം ബാലനും ഗോമതിയും എന്ത് ചെയ്താലും കാര്യമില്ല, നമുക്ക് നമ്മുടെ മോളെ അവിടെ എത്തിച്ചേ പറ്റൂ എന്ന് തീർത്തു പറയാം. അപ്പം അച്യുതൻ അവരെ കാണാനായിട്ട് അയാളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ സംസാരിക്കുക. അല്ല സാർ എന്തോ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ എന്ന് അപ്പം ശ്രീകല ചോദിക്കുകയാണ്. അത് വേറൊന്നും അല്ല, ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. അല്ലെങ്കിലും ബാലനും ഗോമതിയും ചെയ്തത് ശരിയായ പ്രവൃത്തിയാണോ? ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി പുറത്ത് ഇട്ട് വാതിലടയ്ക്കുക, അവളെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായവാ? ഇവിടെ ചോദിക്കാൻ പോലീസ് സ്റ്റേഷനില്ലേ, കോടതിയില്ലേ, നിയമമില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ സാറേ, എൻ്റെ മോളെ ഒരു പട്ടിയെ തല്ലുന്ന പോലെയാ ആ ഗോമതി തല്ലിയത്. എന്നിട്ടോ വലിച്ചടിച്ച് പുറത്താക്കി. ഏതെങ്കിലും മനസാക്ഷിയുള്ള സ്ത്രീക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? മനസാക്ഷി ഇല്ലാത്തൊരു പെണ്ണുമ്പിള്ളയാ അത് എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും അച്യുതൻ പറയും, അതാ ഞാൻ പറഞ്ഞത്, ആ ബാലനും ഗോമതിയും നിങ്ങളുടെ മകളോട് ഇത്രയും നീതികേട് ചെയ്തതിന് അവർക്കെതിരെ കേസ് കൊടുക്കണം. ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൊമ്പത്തെ ബാലനാണെങ്കിലും നിങ്ങളുടെ കാലി വീണ് മാപ്പപേക്ഷിക്കും. കേസിൽ നിന്ന് ഊരിപ്പോരാനേ അത്രയ്ക്ക് പാടാ. സ്വന്തം അച്ഛനും അമ്മയും ജയിലിൽ പോകുന്നുള്ള അവസ്ഥ വരുമ്പം പേടിച്ചിട്ട് അവരുടെ ആ മകനുണ്ടല്ലോ, ആ ആനന്ദ്, അവൻ തന്നെ ദേവിയെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എന്ന് അച്യുതൻ ഉപദേശിച്ചു കൊടുക്കുക. അപ്പം അത് കേൾക്കുന്ന ശ്രീകലയ്ക്ക് നല്ലൊരു ഉപായമായിട്ട് തോന്നുവാണ്. തങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലനും ഗോമതിയും തങ്ങൾക്ക് പിന്നാലെ വരികയും ചെയ്യും, ദേവിയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത കടന്നു വരിക. അപ്പം ഉദയഭാനു പറയും, അയ്യോ അതൊന്നും നടക്കത്തില്ല, മോൾ ഒരിക്കലും ദേവമംഗലത്തുള്ളവർക്കെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ശ്രീകല പറയും, ഉദയേട്ടാ അങ്ങനെ കടുപ്പിച്ച് പറയരുത്. അവൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ അവൾ നമ്മുടെ കൂടെ നിന്നേ പറ്റൂ. അവളെ ബോധ്യപ്പെടുത്തി അവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് അച്യുതനോട് പറയാം. അച്യുതൻ പറയും, അത് മതി, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ആ പോലീസ് സ്റ്റേഷനിലുള്ള SI എനിക്ക് നല്ല പരിചയമുള്ള ആളാ, അയാൾ വേണ്ടതുപോലെ ചെയ്തോളും എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതനും വളരെ സന്തോഷമാവുകയാണ്. തൻ്റെ മകൻ ജയിലിൽ കിടന്നതുപോലെ ഗോമതിയും ബാലനും കിടക്കുന്ന ആ കാഴ്ച അത് അച്യുതനെ ഒരു ഉന്മാദിയാക്കുകയാണ് കേട്ടോ. മനസ്സിലത് ചിന്തിക്കുമ്പോൾ പോലും അയാൾക്ക് അത്രയേറെ സന്തോഷം തോന്നുക. അങ്ങനെ അവരെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദേവഭാനു നമ്മുടെ ശ്രീകലയും കൂടെ. അപ്പം ദേവിയാണെങ്കിൽ ചടഞ്ഞുകൂടി ആഹാരം പോലും കഴിക്കാതെ വല്ലാതെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പം ശ്രീകല ചോദിക്കും, മോളെ നീ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? നീ ഇങ്ങനെ ആരോഗ്യം നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആനന്ദ് നിന്നെ വന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുക. ഇനി ആർക്ക് വേണ്ടി അമ്മ ഞാൻ ജീവിക്കുന്നത്? ആർക്കും വേണ്ടാത്തൊരു ജന്മമായി പോയില്ലേ? എൻ്റെ ആനന്ദേട്ടൻ എന്നെ വേണ്ട, ബാലച്ചനും അമ്മയും എല്ലാവരും എന്നെ വെറുത്തു എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയാ. അത് കേൾക്കുന്ന ശ്രീകല പറയും, നിനക്ക് ഇപ്പോഴും അവരോട് സ്നേഹമാണ്. നീ ഈ സ്നേഹവും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് അവിടെ കയറി പറ്റാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെയ്യുവാണെങ്കിൽ ബാലനും ഗോമതിയും നിന്റെ കാലി വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നിന്നെ തിരിച്ച് ദേവമംഗലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. നിനക്കത് കാണണോ എന്ന് ചോദിക്കാം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ബാലച്ചനും അമ്മയും എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയോ എന്ന് പുച്ഛത്തോടു കൂടി ദേവി ചോദിക്കാം. ആ ഗോമതി നിന്നോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയത്? എത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അവരെ ദേഹോപദ്രവം ചെയ്യാൻ ആർക്കാ ഈ നാട്ടിൽ അധികാരമുള്ളത്? അതുകൊണ്ട് നമുക്ക് അവർക്കെതിരെ പരാതിപ്പെടണം മോളെ. എൻ്റെ മോളെ വലിച്ചഴിച്ച് ഒരു പട്ടിയെ പോലെ പുറത്താക്കിയ ഗോമതിക്കും ബാലനും എതിരെ പരാതി കൊടുക്കണം. അത് നോക്കി നിന്ന ഒരു കിഴങ്ങനായ നിന്റെ ഭർത്താവുണ്ടല്ലോ ആനന്ദ്, അവനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഭയന്നിട്ട് ബാലൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മളോട് ചെയ്തതിനൊക്കെ മാപ്പ് പറയുകയും ചെയ്യും എന്ന് ശ്രീകല ഉപദേശിച്ചു കൊടുക്കുക. അമ്മേ, ഒരുപാട് തെറ്റുകൾ ആ കുടുംബത്തോട് നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇനി ഇങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ അത്രയും വെറുക്കപ്പെട്ടവളാകും. ബാലച്ചനെയും അമ്മയ്ക്കോ ആനന്ദേട്ടനോ എതിരായിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഉദയഭാനു പറയും, മോളെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല, നീ ഇങ്ങനെ വാശി പിടിക്കരുത്, എങ്ങനെയെങ്കിലും തിരിച്ചവിടെ കയറാനായിട്ട് നോക്കുവല്ലേ വേണ്ടത്. അതുമല്ല നിന്റെ മോൾ അനീത്തിയുടെ കല്യാണം ഏകദേശം ശരിയായ കാര്യം നിനക്കറിയാലോ. ഈ കാര്യങ്ങളൊക്കെ ആ ചെറുക്കൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താകും എന്ന് ചോദിക്കുക. ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പം ശ്രീകല പറയും, ദേ നീ ഒന്നും ചെയ്യണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇങ്ങനൊരു പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും അവർ നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അല്ലാതെ നിന്റെ ബാലച്ചനും അമ്മയ്ക്കും ഒന്നും ജയിലിലോ പോലീസ് സ്റ്റേഷനോ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ഞാൻ പറയുന്നതൊന്നും എൻ്റെ മോള് കേക്ക്, നിന്റെ നല്ലതിന് വേണ്ടിയാ മോളെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത് എന്നൊക്കെ ശ്രീകല പറയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനായിട്ട് നമ്മുടെ ദേവിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയും ദേവമംഗലത്ത് കയറി പറ്റണം എന്നുള്ളൊരു മനസ്സുള്ള ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്തയൊക്കെ ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ദേവമംഗലത്ത് ഇല്ലാതെ തനിക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്കെതിരായിട്ട് തനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് ബോധ്യപ്പെടുക. അപ്പം ദേവിയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നത് ശ്രീകലയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവളായിട്ട് പരാതി ഒപ്പിട്ട് തരുമെന്ന് തോന്നുന്നില്ല, തങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു ചിന്ത ശ്രീകലയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ദേവി അറിയാതെ ഒരു ഒപ്പിട്ട് മേടിച്ചിട്ടെങ്കിലും പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്ത ശ്രീകലയുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടേ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.